പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടേനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടേനും ഇത് എഴുതിയിരിക്കുന്നു. നോക്കൂ, ബൈബിൾ എന്തിനാണ്? അതായത് മാനവജാതിയുടെ നിത്യജീവനായിട്ടാ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടേന്. ഹല്ലേലൂയ. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നെന്താ? നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അടുത്തതായിട്ട് ബൈബിൾ എന്തിനാ? ലജ്ജിക്കാതെ നിലനിൽക്കുവാനാ, രക്ഷയ്ക്ക്, ഹല്ലേലൂയ, ജ്ഞാനിയാക്കുവാനും വേണ്ടിയാ. തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. നോക്കൂ പ്രീതി മക്കളെ, നമ്മൾക്ക് ഹല്ലേലൂയ ലജ്ജിക്കാതെ നിലനിൽക്കുവാൻ വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ രക്ഷയെ നമുക്ക് ജ്ഞാനിയാക്കുവാൻ വേണ്ടിയ, ഹല്ലേലൂയ, ആ രക്ഷയെ നമുക്ക് വേണ്ടും പോലെ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയ ബൈബിൾ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ജീവിത ക്രമീകരണത്തിന് വേണ്ടിയാ. തീമോഥെയോസിന്റെ തന്നെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ. നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അതായത് അത് പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ, നമ്മുടെ ജീവിത ശൈലികൾ മാറുവാൻ, നമ്മുടെ ഹല്ലേലൂയ സ്വഭാവ രീതികൾ മാറുവാൻ എല്ലാത്തിനും ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കി, ഇതിന്റെ ലക്ഷ്യം എന്താ? ഒന്നാമത് പാപിക്ക് രക്ഷയാണ്. ഹല്ലേലൂയ. പാപിക്ക് രക്ഷകൻ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നോക്കൂ, ഒരു യേശു, ഹല്ലേലൂയ, ഒരു പുത്രൻ ഭൂമിയിലേക്ക് വന്ന് എന്താ? പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ തൻ്റെ ജനത്തെ, ഹല്ലേലൂയ, അതിനു വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രൻ വന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഹല്ലേലൂയ, രോഗിക്ക് വൈദ്യനാ. കൂടാതെ തന്നെ പറയുന്നുണ്ട്, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാ. ഹല്ലേലൂയ. അതാ പാപികൾക്ക് രക്ഷയാകുന്നു. അടുത്തത് നോക്കൂ, രോഗിക്ക് വൈദ്യൻ. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. നോക്കൂ, യേശുപ്പൻ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, നമ്മളെ പാപികളെ വിളിപ്പാൻ, അതായത് ഹല്ലേലൂയ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, രോഗികളെ സൗഖ്യമാക്കുവാനാ യേശുപ്പൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതാണ് ഈ ബൈബിളിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, കുറ്റവാളികൾക്ക് ഒരു വ്യത്യസ്തനായിട്ടുള്ള, ഹല്ലേലൂയ, ബൈബിളിന്റെ ലക്ഷ്യം പറയുക. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ഉം 6-ഉം വാക്യം നോക്കുമ്പോൾ, ദൈവം
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ, നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവേശു. ഹല്ലേലൂയ. എല്ലാവർക്കും ഹല്ലേലൂയ. ഒരേ ഒരു ദൈവം മാത്രം. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനുമായിട്ട് ഒരുവൻ മാത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, അനാഥർക്കും വിധവമാർക്കും പരിപാലകന. ഹല്ലേലൂയ. സങ്കീർത്തനം 68:5 പറയുന്നുണ്ട്, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഹല്ലേലൂയ. ബൈബിളിന്റെ ലക്ഷ്യം അതാണ്. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി തരികയും ചെയ്യുന്ന, നമ്മുടെ എല്ലാം ആകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബൈബിളിൽ നമ്മെ പഠിപ്പിച്ചെടുക്കുക, അനാഥർക്ക് ഹല്ലേലൂയ ഞാൻ പിതാവാ, വിധവമാർക്ക് ഞാൻ ന്യായപാലകന. ഹല്ലേലൂയ. ഓരോരുത്തരും തള്ളിക്കളയുമ്പോൾ ഹല്ലേലൂയ ഈ ബൈബിൾ പിടിച്ച് ഹല്ലേലൂയ നമുക്ക് പറയാൻ കഴിയും, എന്നെ രക്ഷിച്ചത് എനിക്കെല്ലാം എൻ്റെ ഈ ബൈബിൾ മാത്രമാണെന്ന് പറയുവാൻ, എൻ്റെ യേശുപ്പനാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുവാൻ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ പറയാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് യാക്കോബ് പ്രസിഡന്റ് ലേഖനം 1:27 പറയുന്നുണ്ട്, ഹല്ലേലൂയ, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, പലരും നിന്ദിക്കുമ്പോൾ തള്ളിക്കളയുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോഴെല്ലാം ഹല്ലേലൂയ അനാഥർക്കും വിധവമാർക്കും എല്ലാം പരിപാലകനായിട്ട് നമ്മുടെ യേശുപ്പൻ, ഈ കർത്താപ്പച്ചൻ ഹല്ലേലൂയ, ഈ അപ്പച്ചന്റെ പുസ്തകമാണ് നമ്മളെ ബലപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കിയതേ, ദുഃഖിതർക്ക് ആശ്വാസദായകന. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടേനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നല്ല ആശ്വാസദായകനായി അപ്പൻ ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരിക്കാവുന്ന വാക്ക് പറഞ്ഞ അപ്പച്ചൻ ഹല്ലേലൂയ നോക്കൂ പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. ആ വാസസ്ഥലം പൂർത്തിയാകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഹല്ലേലൂയ നിങ്ങളെയും ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് കൂടെ ഇരിക്കുവാൻ പറ്റുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ആശ്വാസദായകൻ എല്ലാം നമുക്ക് ഹല്ലേലൂയ ബൈബിളിലൂടെ, ഈ തിരുവചനത്തിലൂടെ നമുക്ക് ഹല്ലേലൂയ നൽകി തരുന്നുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21:4-5 പറയുന്നുണ്ട്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് മത്തായി സുവിശേഷത്തിലും പറയുന്നുണ്ടല്ലോ, 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ബൈബിൾ ഹല്ലേലൂയ ഈ തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നമ്മെ ഹല്ലേലൂയ കൊണ്ടെത്തിക്കുന്നതും എന്താ? ഹല്ലേലൂയ നമ്മുടെ പാപപരിഹാരത്തിന് നമ്മെ രക്ഷിച്ച അപ്പച്ചന്റെ ആ സാന്നിധ്യം നമ്മളും അനുഭവിപ്പാൻ, അപ്പന്റെ മക്കളായി തീരുവാൻ, അപ്പന്റെ വചനം പഠിച്ച് തിട്ടമുള്ളവരായി ഹല്ലേലൂയ ചേർത്ത് പിടിക്കുന്ന അപ്പനെ നമ്മളും ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയാ ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഭാരത്തോട് പ്രയാസത്തോടെ ഇരിക്കുന്ന ജീവിതമേ, നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരിക, അപ്പന്റെ വചനം ഒന്ന് വായിക്കുക. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഇത് പഠിപ്പിക്കണമേ, ഇത് പഠിച്ച് ഹല്ലേലൂയ അങ്ങയുടെ മക്കളാക്കി ജീവിപ്പാൻ, ഇതിലുള്ള സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ അതിന് വേണ്ട കൃപ തരും. അപ്പൻ നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് ബുദ്ധി പറഞ്ഞു തരും, നമ്മളെ നേരായ പാതയിലൂടെ നടത്തും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അപ്പച്ച ധൈര്യത്താൽ നിർത്തണമേ. ഹല്ലേലൂയ. ആശ്വാസദായകനായി കൂടെ ഇരിക്കണമേ. രോഗികൾക്ക് സൗഖ്യദായകനായി അപ്പ കൂടെ ഇരിക്കണം. അപ്പ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തുമേ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.
సిలువజు ముంబై హాలేలుయా స్తోత్రం.